ഇയാൾ എൻ്റെ ആയി എന്ന് തിരിച്ചറിയുന്നൊരു സമയമുണ്ട്. അപ്പോഴേക്കും ഇവരുടെ എല്ലാ നെഗറ്റീവ്സും ഇവരുടെ എല്ലാ പിടിവാശികളും ശാഠ്യങ്ങളെല്ലാം പുറത്തെടുക്കാൻ തുടങ്ങും. അങ്ങനെ മുന്നോട്ട് പോകും. ഒടുവിൽ അതൊരു വിവാഹത്തിലേക്ക് എത്തി എന്ന് കരുതുക. കുറച്ചൊക്കെ പുതുമ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. കാരണം കുറേ കാലം ദീർഘമായ പ്രണയത്തിൽ ഏർപ്പെടുന്നവരോട് കുറച്ച് പുതുമ നഷ്ടപ്പെടും. വീണ്ടും വിവാഹത്തിലേക്ക് കടക്കുന്നു. ആ സന്ദർഭത്തിൽ എന്ത് സംഭവിക്കുന്നു? പ്രണയം മാറി വിവാഹം എന്ന് പറയുന്ന കടുത്ത യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അവിടെ എന്താ അവർക്ക് നേരിടാനുള്ളത്? അവരുടെ ജീവിതത്തിൽ ദൈനംദിനമായി നേരിടേണ്ടുന്ന ഒരുപാട് സാമ്പത്തികമോ അല്ലെങ്കിൽ കുടുംബപരമോ അല്ലെങ്കിൽ ഭാവിയിൽ ഊന്നിയിട്ടുള്ളതായിട്ടുള്ള ലക്ഷ്യങ്ങളോ ഒക്കെ അവരുടെ മുന്നിൽ തടസ്സങ്ങളോ പ്രതിസന്ധികളോ ആയിട്ട് രൂപപ്പെട്ടു വരും. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രണയം മാറി അവർക്കിടയിലുള്ള സ്നേഹത്തിന് പകരം ഇത് സ്ഥാനം പിടിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? അവർ അതിലേക്ക് കൂടുതൽ ഇരിക്കുക ചെയ്യും. അങ്ങനെ വരുമ്പോൾ പരസ്പരം സംസാരിക്കാനും തുറന്ന് ഇടപഴകാനും പരസ്പരം മനസ്സിലാക്കാനുമുള്ള എല്ലാ സാധ്യതകളും സ്വാഭാവികമായിട്ടും അടഞ്ഞു പോകും. ഈ സാധ്യതയിൽ നിന്നാണ് അവർക്കിടയിൽ കോൺഫ്ലിക്റ്റുകൾ രൂപപ്പെടാൻ തുടങ്ങുന്നത്. അതോടുകൂടി ഏതെങ്കിലും ഒരു വ്യക്തി സ്വയം അവനവനിലേക്ക് അങ്ങ് ചുരുങ്ങും. എന്നിട്ട് മറ്റേയാളെ കേൾക്കാതെ മറ്റേയാളെ പരിഗണിക്കാതെ മുന്നോട്ട് പോകും. ഇത് പ്രധാനമായിട്ടൊരു ആണിൻ്റെ ഭാഗത്തു നിന്നാണ് സംഭവിക്കാറുള്ളത്.